നീ നല്ലവണ്ണം ആലോചിച്ചോ. നീ നല്ലോണം ആലോചിച്ചോണ്ട് ഞാൻ ധൃതി കൂട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. കുറച്ച് അതായത് നല്ലവണ്ണം വ്യാപാരം ഉണ്ടായിട്ടല്ലേ. പിന്നെ ആ വ്യാപാരം താന്നു പോണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ. നിന്റെ നാമോദയം പറഞ്ഞേ നക്ഷത്രം കൊണ്ട് വ്യാഴം ഇച്ചിരി അഷ്ടമത്തിലുണ്ട്. അതിപ്പോൾ എന്തായാലും വൃശ്ചികമാസം 9-ാം തീയതി കഴിഞ്ഞാൽ വ്യാഴം അനുകൂലത്തിൽ വരും. അതിൻ്റെ ഒരു സമയത്തോടുണ്ട്. അതുകൂടാതെ കണ്ട് ഞാൻ ചോദിച്ചത് ഇപ്പോഴും അതന്നെയാ. എന്തെങ്കിലും ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒറ്റ നാണയം കണ്ട എടുക്കും. ഏതുണ്ണി കണ്ടാലും ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. മനസ്സിലായില്ല. അതായത് വ്യാപാരം നടക്കുന്ന സ്ഥാനത്ത് വ്യാപാരത്തിന് ഭംഗം വരാനായിട്ട്, വ്യാപാരം നിർത്തലാക്കാൻ, മനസ്സിലായില്ല, അതായത് താന്നു പോകാനായിട്ട് എന്തെങ്കിലും ആഭിചാരം ചെയ്തിട്ട് ഒരു ഒറ്റ നാണയം കൊണ്ടിട്ട് നീ എന്താ പേരിക്കുക, ഇന്നലെ എൻ്റെ വ്യാപാരശാല അടച്ചു പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നെങ്ങാനും പോയതാവും ഇല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ണികളുടെ കൈവശം പോയതാവും വെച്ചിട്ട് നിന്റെ വ്യാപാരശാലയുടെ തിരുമുമ്പിലിട്ടാൽ നീ എന്തായാലും അത് എടുക്കും ഇല്ലേ? എടുക്കും അല്ലേ? അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. അങ്ങനെ എത്ര വട്ടം കിട്ടിയിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചേ. അതായത് വ്യാപാരം നല്ല ഭംഗിയായിട്ട് നടക്കുമ്പോഴേ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ ആ വ്യാപാരശാലയ്ക്ക് മുറിയറയ്ക്ക് ഒരു അക്കണ്ടാവും. അത് കൊണ്ടുവരിക, നിന്റെ ദേശം വഴി കൊണ്ടുവരിക, നിന്റെ ഭവനത്തിന്റെ 4 ഭാഗത്ത് ഒരു തുണ്ട് മണ്ണും ഈ വ്യാപാരശാലയുടെ തിരുമുമ്പിൽ നിന്നൊരു മണ്ണും, പിന്നെ അതുകൂടാതെ ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, ഒരു 10 കർമ്മം പ്രവർത്തിച്ചോ. എൻ്റെ കർമ്മം കഴിഞ്ഞിട്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും നിന്റെ ദേശത്തെ ചൂലക്കാരനും നിന്റെ ദേശത്തെ കാളിക്ക്, ചൂലക്കാരന് ഇളനീര് കൊണ്ട് അട്ടം കഴിച്ചേക്കാം, കാളിക്ക് ഒരു ചുവന്ന പൂക്കൾ കൊണ്ടൊരു ഹാരം കൊടുത്തേക്കാം, അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ നീ പറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അർച്ചന ചെയ്യാനായിട്ട് കൊടുക്കുക. വഴി ഞാൻ ഉണ്ടാക്കി തരാം. മതിയാ? ഇനി വരുമ്പോഴേ നിനക്ക് ഞാനൊരു ചെമ്പോലത്തകിട് തരാം. അത് നീ കൊണ്ടൊന്നും നിറഞ്ഞേക്കുക, അല്ലെങ്കിൽ നിന്റെ വ്യാപാരശാലയിൽ ആ വലിപ്പനകത്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഇനി എൻ്റെ ഇല്ലത്തെ അവിടെ പോകുമ്പോഴും എനിക്കിതൊന്നും തരണ്ട. അല്ല, അത് ഞാൻ അല്ല, ഞാൻ പറഞ്ഞതിന് കാര്യം കൊണ്ടുവന്നതിന് സന്തോഷക്കുറവുണ്ട്. ഇതിൽ നിനക്ക് വ്യാപാരം. എനിക്ക് ഞാൻ ഇതൊന്നും കഴിക്കുന്ന ആളല്ല. എനിക്ക് കഴിക്കേണ്ടത് എന്തുട്ടാ? അപ്പൊ നിനക്കറിയാം. അല്ല, ഞാൻ ചോദിച്ചതാ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അതുകൂടാണ്ട് എനിക്ക് ഒരാളെ ഇപ്പൊ കൂട്ടം ചേർത്തിട്ടുണ്ട് അല്ലേ? അതിന്റെ ചിത്രം ഏതാ? അതൊന്നും എടുത്ത ഇത് നിനക്കൊരു ഒഴിയാബാധയാവോ? ഇല്ല, ഇതുവരെ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവാം അല്ലേ? അല്ല, ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ഇനി ആദ്യം മംഗല്യം കഴിച്ച എത്ര കാലം ഉണ്ടായി? 40 കൊല്ലം. ഇത് എത്ര കൊല്ലായി? 1 കൊല്ലമാണ്. അപ്പം 40 കൂടുതൽ, 1 കൊല്ലം കൂടുതൽ, 39 കൊല്ലം കൂടുതൽ കിടക്കുന്നത് അവിടെയാ അല്ലേ? ആ ഉണ്ണിയെ കൊണ്ടും നീ ജന്മം നൽകിയ സന്താനങ്ങളെ കൊണ്ടും നിനക്ക് പൊറുതികേട് അല്ലേ? അല്ല, അതെനിക്ക് മനസ്സിലായി. നിന്നെപ്പോലുള്ള ഓരോ ഉണ്ണികൾക്ക് നീ വന്നു നിൽക്കുന്ന ഉണ്ണികൾക്ക് ഇതൊരു പാടാ. മനസ്സിലായില്ല? ഇത് 5ഉം ഒരേ വലുപ്പമല്ലല്ലോ. അല്ല, ഒരു പാത്രത്തിൽ നിന്ന് പോകുന്ന 5ആയാലും 8ആയാലും 2ആയാലും 1ആയാലും ഒന്ന് പോട്ടെ 2ആയാലും 2 സ്വഭാവം, 8 8 സ്വഭാവമല്ലേ? മാതാവും പിതാവും ഒന്നാ, പാത്രം ഒന്ന, വിത്തും ഒന്ന, ഒക്കെ ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചേക്കണം. നീ വെള്ളിയഴിച്ച് കൊടുത്തിട്ട് എന്ത് കാര്യം ഉണ്ടായി? നിനക്കായിട്ട് മിച്ചമൊന്നുമില്ല. ഇറങ്ങാൻ 3 കൂടി കവല മാത്രമേ ഉള്ളൂ അല്ലേ? നീ ഉണ്ടാക്കിയതൊക്കെ അവരുടെ പേരിലായി പോയി അല്ലേ? ശരിയല്ലേ? അപ്പോൾ നിന്റെ ആ മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നില്ല. അത് ഞാൻ വിറ്റ് വില മാറി തരാം. എന്നിട്ട് ആ വെള്ളി ചെയ്യും.
അതൊന്ന്. രണ്ടാമത് നിനക്കായിട്ട് മാറ്റി വെച്ചേക്കണം, മനസ്സിലായില്ല. അതിലൊക്കെ ഇത് നീ നിയമ വച്ചാൽ മംഗല്യം കഴിച്ചതല്ലല്ല, ഇത് കുടിയേറിപ്പുറത്തതാ. അല്ല ഞാൻ പറഞ്ഞതിന്റെ അത് നിയമാവൂ. അവിടെ ഇങ്ങനെ അധികാരികൾ മുഖാന്തരം എന്തെങ്കിലും ഉടമ്പടി പത്രം ഉണ്ടാ, ആ രേഖ നല്ലതാ, അത് മനസ്സിലായില്ല. പേര് കേട്ട ഇല്ലത്ത് മംഗല്യം കഴിച്ചതിന്റെ ആ ഒരു കടലാസ് കൊണ്ട് മതി, രേഖയാണ്. പക്ഷെ എന്നാലും അധികാരികളെ സംബന്ധമായിട്ട് രേഖയാവില്ല. അതുകൂടാണ്ട് ഇതിന്റെ ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. ഇതിന് ആദ്യത്തേനെ ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചതെന്തിനാ, നിന്നെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. നിനക്കിപ്പോൾ ഒരു തുണ ആവശ്യമില്ല. അതായത് അന്നം വെച്ച് തരാനും, ഞാൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, അന്നം വെച്ച് തരാനും, നിനക്ക് വേണ്ടതായ വസ്ത്രാദികൾ കഴുകി തരാനും, നിന്റെ ഭവനം ശുചി വരുത്താനും ഒരു കൂടെ ഒരു തുണ ആവശ്യമുള്ള സമയമായിപ്പോ. അപ്പൊ അതിന് കൂടെ കൂട്ടിയവന് ഞാൻ തെറ്റ് പറഞ്ഞില്ല. ഒരു പറ്റിയിരിക്കുന്നതാ ഞാൻ പറഞ്ഞുള്ളൂ. പറ്റാണ്ട് ശ്രദ്ധിച്ചാലും വലിയ കാര്യങ്ങൾക്കായാലും എന്ത് കാര്യത്തിനും ഒരു പിടിപ്പുണ്ടായിരിക്കണം. അതാ ഞാൻ പറഞ്ഞു. ഞാൻ തീർപ്പാക്കി തരാം, നീ പേടിക്കണ്ട. ഇത് 5 വലത്ത് വെച്ചിട്ടേ എൻ്റെ ആസ്ഥാനത്തിട്ടു. നല്ലവണ്ണം സങ്കല്പിച്ച മായക്കാരാ, നിന്നോട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയത് പ്രകാരം എനിക്ക് യാതൊരു ആപത്തും കൂടാതെ എൻ്റെ കാര്യം പൂർത്തീകരിക്കണം. അതുകൂടാതെ നീ ജന്മം നൽകിയ ഉണ്ണി സന്താനം പിന്നെ വന്ന ഈ കാര്യം പറഞ്ഞു വന്നിട്ടില്ല. അല്ല ചോദിച്ചതോ പിന്നെ വന്നു എന്ന് ചോദിച്ചാ. ഇപ്പൊ ആ മണ്ണാരുടെ പേരിൽ നിന്റെ പേരിലാണ് വിറ്റ് ബലം മാറാൻ പറ്റുമോ? അല്ല എഴുതി കൊടുത്തിട്ടില്ല, മക്കൾക്കായിട്ട് അത് വേണ്ട. എനിക്കത് വിൽക്കാൻ പറ്റും. വിറ്റോ? നിന്നെ വേണ്ടാത്ത ഉണ്ണി സന്താനങ്ങൾക്ക് നീ ഉണ്ടാക്കിയ മണ്ണും പൊല്ലൊക്കെ എന്തിനാ? മനസ്സിലായില്ല. ഇപ്പൊ അവർക്ക് തുണയുണ്ട്, നിന്റെ പെണിയാളരുണ്ട്, അവരുടെ പുരുഷന്മാരുണ്ട്, ഇല്ലേ? നിനക്ക് ആരാ തുണയുള്ളേ? അപ്പൊ നീ മണലാരണ്യത്തിൽ ഏറിയ കാലം എത്ര കാലം നിന്നു? 40, 20. ആ 20 കൂടി കൂട്ടിക്ക 40 കൊല്ലത്തെ പ്രയത്നം ഉണ്ടാക്കിയ പോലെ തന്നെ നീ അനുഭവിച്ച അവിടെ, അല്ലേ? ആ അനുഭവിച്ച് നീ ഉണ്ടാക്കിയ പൊരുൾ എന്തിനാ അവര് കൊണ്ടുപോണേ? അതിന്റെ ആവശ്യമുണ്ടാ? നീ അത് വിൽക്കാൻ നിശ്ചയിച്ചു നോക്കിയാൽ അപ്പൊ ഇതൊക്കെ വരും. എങ്ങനെ തിരിച്ച് എറിഞ്ഞ ആ വസ്തു തിരിച്ചു വരുന്നു, മനസ്സിലായി? നീ അത് വിൽക്കാനായിട്ട് ആളെ കൂട്ടിക്കോ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. മനസ്സിലായില്ല? നിന്നെ വേണ്ടാത്ത പിന്നെ നീ ഉണ്ടാക്കിയ പൊരുളിന് ആവശ്യമുണ്ടാ? ഇല്ലില്ല. ശരിയല്ല ഞാൻ പറഞ്ഞു. നിന്റെ നല്ല മനസ്സിന്റെ ഉടമയായത് കൊണ്ടാ അവർ ഇത്രയൊക്കെ ചെയ്തിട്ടും അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഞാൻ മാറിപ്പോണം. നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരു പുരുഷനാണെങ്കിൽ ഇന്ന് അഴിക്കുള്ളില്ല ഏതെങ്കിലും ഒന്ന്, അല്ലേ? നീ അതിനൊന്നിനും പോയില്ല. നീ ആ മണ്ണ് വിൽക്കാൻ നോക്കിക്കോ. എനിക്ക് അണ്ണാ പൈസ തരണ്ട അതിന്. എന്തിനാ വെച്ചാൽ അത് വിറ്റ് അതിന്റെ പൂർവമായിട്ട് കിട്ടുന്ന വെള്ളി അണ്ണാ പൈസ കുറയാതെ കണ്ട് നിന്റെ കയ്യിൽ വെച്ചേക്കണം. ഇനിയുള്ള കാലം നിനക്ക് അതുകൊണ്ട് അന്നം കഴിക്കാം. നീ അത് വിൽക്കാൻ നിശ്ചയിക്കും. അപ്പോ ഇതൊക്കെ കാടളകി വരും, മനസ്സിലായില്ല? അപ്പൊ നമുക്ക് നിശ്ചയാക്കാം. പോരെ? നീ പോ. കർമ്മണ്ടല്ലേ? പുതിയത് വേണം. കല്യാണം